സുരേഷ് ഗോപിയൊന്നും ഞങ്ങളൊരു രാഷ്ട്രീയക്കാരനായി കണ്ടിട്ടില്ല. പത്മജ വേണുഗോപാൽ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചെന്നാണ്. അപ്പോൾ BJP-ക്കാരുടെ വിശ്വാസ്യത പിടിച്ചു വെച്ചാൽ ഈ പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നൊരു ചൊല്ലുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജോലി BJP-യിലെ ആളുകളെ റിക്രൂട്ട് ചെയ്യുകയാണ്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് ചൊല്ലുണ്ടല്ലോ. പിണറായി കുഴിച്ച കുഴിയിൽ വീണല്ലോ. സുരേന്ദ്രനൊക്കെ മറുപടി പറയേണ്ട കാര്യമുണ്ടോ? കാര്യം ഇത്രയും വർഷമായി കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് ഒരിടത്ത് പോലും വിജയിക്കാൻ കഴിയാത്ത സുരേന്ദ്രന് കോൺഗ്രസ് പാർട്ടിയോട് കടുത്ത അസൂയുണ്ട്. കോൺഗ്രസ് മുക്ത ഭാരതം കെട്ടിപ്പടുക്കാൻ നടക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവിൻ്റെ കമൻറ്റുകൾക്ക് മറുപടി പറയുന്നത് തന്നെ മോശമാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. എന്തായാലും BJP-യുടെ കുറേ നേതാക്കന്മാർ മത്സരിച്ചല്ലോ. ഏതെങ്കിലും ഒരാൾ ജയിച്ചോ? ഇവിടെ പ്രധാനമന്ത്രിയുടെ 2 വിശ്വസ്തരായ കേന്ദ്രമന്ത്രിമാർ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഒന്ന് രാജീവ് ചന്ദ്രശേഖർ, 2 V മുരളീധരൻ, 3 അവരുടെ നാഷണൽ കൗൺസിൽ നേതാവെന്ന് പറയുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തോറ്റു. സംസ്ഥാന പ്രസിഡന്റ് തോറ്റു. MD രമേശ് തോറ്റു. BJP-യുടെ പേരിൽ ഈ കേരളത്തിൽ അറിയപ്പെടുന്ന മുഴുവൻ ആളുകളും പരാജയപ്പെട്ടു. സുരേഷ് ഗോപിയൊന്നും ഞങ്ങളൊരു രാഷ്ട്രീയക്കാരനായി കണ്ടിട്ടില്ല. കാരണം അദ്ദേഹം ഒരു കലാകാരനാണ്, ഭരത് അവാർഡ് നേടിയ ആളാണ്. അദ്ദേഹം പണ്ട് SFI ആയിരുന്നു. പിന്നെ K കരുണാകരനുള്ള ബന്ധം കൊണ്ട് കുറേ കാലം കോൺഗ്രസ് ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കണ്ട് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തെ ഒരു രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്തു. ആ നോമിനേറ്റ് ഇപ്പോൾ PT ഉഷയെ നോമിനേറ്റ് ചെയ്ത പോലെ അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം തൃശ്ശൂർ പരാജയപ്പെട്ടു. സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ അദ്ദേഹം അതിനുശേഷം കോൺസെൻട്രേറ്റ് ചെയ്തു. രാഷ്ട്രീയത്തിന് അതീതമായൊരു വിജയമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതൊരു BJP-യുടെ അക്കൗണ്ടിൽ ആരും കൂട്ടണ്ട. BJP-യിലെ ആരെങ്കിലും ഒരാൾ ജയിക്കണമെങ്കിൽ സുരേന്ദ്രൻ ജയിക്കണം, MD രമേശ് ജയിക്കണം, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കണം, അല്ലെങ്കിൽ V മുരളീധരൻ ഇവരൊക്കെയാണല്ലോ BJP എന്ന് പറഞ്ഞ് കഴിഞ്ഞ കുറേ നാളായിട്ട് ഈ കൊടിയും പിടിച്ച് നടക്കുന്നത്. സുരേഷ് ഗോപി എപ്പോഴെങ്കിലും ഈ കൊടി പിടിച്ച് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോയതുകൊണ്ടാണ് കോൺഗ്രസ് ജില്ലയിൽ 3ാം സ്ഥാനത്തേക്ക് പോയെന്നാണ് BJP പറയുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. K മുരളീധരൻ അതിനെക്കുറിച്ച് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? പത്മജ വേണുഗോപാൽ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചെന്നാണ്. അപ്പോൾ BJP-ക്കാരുടെ വിശ്വാസ്യത പിടിച്ചു വെച്ചാൽ ഈ പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ ആ പുത്തനച്ചി പുരപ്പുറം തൂത്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം അവിടെ ചെന്ന് ഇത്രയും നാൾ കഴിഞ്ഞ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കത്തില്ലെന്ന് പരസ്യമായി പറഞ്ഞ ക്ലിപ്പിംഗ് നിങ്ങളുടെ കയ്യിലുണ്ട്, അതെടുത്ത് കാണിച്ചാൽ മതി. അപ്പോൾ അവരിങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുക. അവരെവിടെ നിൽക്കുന്നു ആ ഭാഗത്തിന് വേണ്ടി ശക്തമായി പ്രതികരിക്കും. ഇനി കുറേ നാൾ BJP, അത് കഴിഞ്ഞ് അത് വിടുമ്പോൾ അടുത്ത എവിടെയാണോ പോകുന്നത് അതിന് പ്രതികരിക്കും. കേരളത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് നേതാവ് പോവില്ല. അത് ഞാൻ എഴുതി വെച്ച് തരാം. മുരളീധരൻ ഒരു കാരണവശാലും പോവില്ല. മുരളീധരനെ എനിക്കറിയാവുന്ന ഒരാൾക്കും അറിയത്തില്ലല്ലോ. മുരളീധരന്റെ രാഷ്ട്രീയ പ്രവേശനം സേവാദിൽ നിന്നാണ്. മനസ്സിലായോ? ഞാൻ പറയുന്നു അയാൾ ഒരു കാരണവശാലും BJP പോവില്ല. ഈ ജന്മം പോവില്ല. ഇനി അടുത്ത ജന്മം എനിക്ക് പറയാൻ പറ്റില്ല. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ. കഴിഞ്ഞ കുറേ നാളുകളായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജോലി BJP-യിലെ ആളുകളെ റിക്രൂട്ട് ചെയ്യുകയാണ്. ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയായി അധപ്പതിച്ചിരിക്കുന്നു. മാത്രമല്ല, നിങ്ങൾക്കറിയാമല്ലോ, നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യ മൊത്തം അതിശക്തമായി മുഖത്തോട് മുഖം പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയുടെ DNA നിലമ്പൂരിലെ ഒരു MLA അയാൾ പറഞ്ഞ വിവരദോഷമാണ്. അപ്പോൾ എന്താ പിണറായി വിജയൻ ചെയ്യണേ? ആ വിവരദോഷിയായ MLA തിരുത്തണം. മോട്ടിലാൽ നെഹ്റുവിന്റെ കുടുംബം, ജവഹർലാലിന്റെ കുടുംബം, ഇന്ദിരയുടെ കുടുംബം, രാജീവിന്റെ കുടുംബം, അതിന്റെ DNA ചോദ്യം ചെയ്ത അതിനെ പ്രോത്സാഹിപ്പിച്ചു. കഴിഞ്ഞ കുറേ നാളുകളായി പിണറായി വിജയൻ നരേന്ദ്രമോദിയല്ല ആക്രമിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. അതോടുകൂടി കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലായി ഇയാള് നരേന്ദ്രമോദിയുടെ ഒരു 2ാം പതിപ്പാണെന്ന്. അതുകൊണ്ടാണ് ഇത്ര ദയനീയമായ പരാജയം അവർക്ക് കേരളത്തിൽ സംഭവിച്ചത്. മാത്രമല്ല, BJP-യുടെ വോട്ട് പരിശോധിച്ച് നോക്കിക്കോ. കാസർഗോഡ് അടക്കം മുഴുവൻ സ്ഥലത്തും എവിടെയൊക്കെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കുറഞ്ഞ അവിടെ എല്ലാം BJP-ക്കാണ് വോട്ട് കൂടുതൽ. അത് കോൺഗ്രസിനല്ല കിട്ടിയത്. ഞാനിപ്പോൾ കണക്കുകൾ ഓരോന്ന് പരിശോധിക്കുകയാണ്. ഈവൻ കയ്യൂർ ചീമേനി പഞ്ചായത്തിൽ പോലും BJP-ക്കാണ് മാർക്സിസ്റ്റുകാർ വോട്ട് ചെയ്ത്. അപ്പോൾ അന്ധമായ കോൺഗ്രസ് വിരോധം മാർക്സിസ്റ്റ് പാർട്ടിക്ക്. കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാൻ BJP ശ്രമിക്കുന്നു. അതുകൊണ്ട് ആ BJP-യുടെ പിന്നെ പ്രവർത്തനങ്ങൾക്ക് ആക്കം വർദ്ധിപ്പിക്കാനാണ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചിട്ടുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജോലി കോൺഗ്രസിനെ തകർക്കുക, കൂടെ നിന്ന് തകർക്കുക. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറയുകയും ചെയ്യുന്നു. ഇവിടെ കോൺഗ്രസിനെ തകർക്കാൻ എന്തെല്ലാം ചെയ്തില്ലേ? അതാണിപ്പോൾ കണ്ടത്. അതുകൊണ്ടാണ്
താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് ചൊല്ലുണ്ടല്ലോ. പിണറായി കുഴിച്ച കുഴിയിൽ വീണല്ലോ.